ഇസ്രായേലിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെടിനിർത്തൽ അവസാനിക്കുമ്പോൾ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ തീവ്രമായൊരു യുദ്ധത്തിലേക്ക് കടക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിന് പിന്നാലെ കരാർ ലംഘിച്ച ലെബനൻ. വെടിനിർത്തൽ കരാർ ലംഘിച്ച തെക്കൻ ലെബനനിലെ റോക്കറ്റ് സംഭരണ കേന്ദ്രത്തിൽ തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷമുള്ള ആദ്യ വ്യോമാക്രമണമാണിത്. കരാറിന്റെ വൻ ലംഘനമുണ്ടായാൽ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുവാൻ പ്രതിരോധ സേനയ്ക്ക് നിർദ്ദേശം നൽകിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ഒരു ദിവസത്തിന് ശേഷം ഹൈഫയുടെ തെക്കുഭാഗത്തുള്ള എല്ലാ നിയന്ത്രണങ്ങളും IDF എടുത്തു കളഞ്ഞിട്ടുണ്ട്. എന്നാൽ സുരക്ഷാ സാഹചര്യം ഇസ്രായേൽ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി വടക്കൻ അതിർത്തി പട്ടണങ്ങളിലും ഗോലാൻ കുന്നുകളിലും സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ലബനൻ കരാർ ലംഘിച്ച വീണ്ടും യുദ്ധത്തിലേക്ക് കടന്നാൽ ഇസ്രായേൽ വെറുതെയിരിക്കില്ലെന്ന സൂചനയാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ അറിയിച്ചത്. വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനെതിരെ പ്രതികരിക്കുവാനുള്ള ഇസ്രായേലിന്റെ അവകാശം വ്യക്തമാക്കുന്ന ഒരു ഡീലും US ഇസ്രായേലിന് നൽകിയിട്ടുള്ളതായി റിപ്പോർട്ടുകളുണ്ട്.